ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. സാധാരണ അടുക്കളത്തോട്ടത്തിലാണെങ്കിലും ടെറസിലൊക്കെ ആണെങ്കിലും മിക്ക ആളുകളും ഗ്രോ ബാഗിനെ ഡിപ്പെൻഡ് ചെയ്താണ് കൃഷി ചെയ്യുന്നത്, അല്ലേ? ഞാനും കൂടുതൽ ഗ്രോ ബാഗ് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സാധാരണ നമ്മളൊരു ഗ്രോ ബാഗ് വാങ്ങിച്ചു കഴിയുമ്പോൾ അത് മാക്സിമം എത്ര നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് ആദ്യമൊക്കെ നമ്മളൊരു ഗ്രോ ബാഗ് വാങ്ങിച്ചിട്ട് പിന്നെ അത് അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു 3-4 പ്രാവശ്യമൊക്കെ ആ ഒരു സെയിം ഗ്രോ ബാഗിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മളിപ്പോൾ എല്ലാത്തരം പച്ചക്കറി വിത്തിൻ്റെയും സെയിൽ ചെയ്യുന്നുണ്ട്. സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിലാണ് നമ്മളത് ചെയ്യുന്നത്. അതിൻ്റെ വാട്സാപ്പ് നമ്പർ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കാം. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളുടെ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് കൃഷിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. ആദ്യമായിട്ട് രമ്യ കൃഷി ചെയ്യാൻ പോകുന്നത്, അപ്പോൾ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കും, ഞാനതെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പം പുതിയതായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് എൻ്റെ വീഡിയോ ഒത്തിരി ഉപകാരപ്രദമായെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഏത് തരം വിത്തുകൾ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. വാട്സാപ്പ് മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ എടുക്കാൻ ശ്രദ്ധിക്കണേ. എല്ലാ കോളുകളും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ. ഇതേ കണ്ടോ, നമ്മളിവിടെ കുറച്ച് ഗ്രോ ബാഗുകൾ നിരത്തി വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ പലതരത്തിലുള്ള ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാറുണ്ട്. ഇത് കണ്ടോ, ഈ ഓറഞ്ച് കളറിലെ ഗ്രോ ബാഗ്, അതുപോലെ തന്നെ ഈ കറുപ്പും വെള്ളയും കൂടെയുള്ള ഗ്രോ ബാഗ്, ഇതൊക്കെ സർവ്വസാധാരണമാണ്. പിന്നെ അതുകൊണ്ട് ആ ഗ്രോ ബാഗ് കണ്ടോ, അത് കുറച്ച് ക്വാളിറ്റിയുള്ള ഗ്രോ ബാഗ്, അത് കുറച്ച് നാൾ അധികം നിൽക്കും. എന്നാൽ ഇതുപോലെയുള്ള ഗ്രോ ബാഗുകളൊക്കെ നമുക്ക് മാക്സിമം കൃഷി ചെയ്യാൻ നമുക്ക് പറ്റണം, മാക്സിമം അത് ഉപയോഗിക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പുതിയ ഗ്രോ ബാഗ് വാങ്ങിച്ച് അത് കൃഷി ചെയ്യുന്നത് തൊട്ടുള്ള കാര്യം പറയാം. നമ്മൾ ആദ്യമായിട്ട് കൃഷി ചെയ്യാൻ പുതിയ ഗ്രോ ബാഗ് എടുത്ത് നമ്മൾ ഒരു സ്ഥലം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, ആ സ്ഥലത്തായിരിക്കുമല്ലോ അതിനെ പ്ലേസ് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് എവിടെയാണോ വേണ്ടുന്നത് അവിടെ നമ്മൾ വെക്കുന്നു. ഇത് കണ്ടോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ തക്കാളി, ഇവിടെ വെണ്ട, ഇതും വെണ്ടയായിരുന്നു, ഇങ്ങനെ 3 റോ ആയിട്ട് ഇവിടെ തന്നെ വെച്ച് കൃഷി ചെയ്തിരുന്നതാണ്. ഇപ്രാവശ്യം അതിനെ മാറ്റിയിട്ടില്ല. അതിനെ നമുക്ക് ഇത് ഞാൻ ഇപ്രാവശ്യം തറയിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ വീട് മാറ്റിയിട്ടിരിക്കുന്നത് കൊണ്ട് അത് കറക്റ്റായിട്ടൊരു പ്ലേസ് അതിന് കിട്ടുന്നത് കൊണ്ട് അങ്ങനെ വെച്ചു. അല്ല, ആ നിരപ്പായിട്ടുള്ള പ്ലേസ് അല്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതേണ്ട കണ്ടോ, അപ്പുറത്ത് ഞാൻ ഇഷ്ടിക ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ചെറിയ ചരിഞ്ഞ സ്ഥലമാണ്, അതുകൊണ്ട് ഞാൻ അത് ഇഷ്ടികയിൽ പൊക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ തന്നെ കൃഷി ചെയ്ത് ആ ഇഷ്ടിക തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇത് ഈ തറയിലാണ് വെച്ചിരുന്നത്. ഇപ്രാവശ്യം കൃഷി പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നത് അവിടെ തന്നെയാണ്, അതിനൊരു മാറ്റവും ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ ആദ്യത്തെ കൃഷി ചെയ്തത് ഇവിടെ വെച്ച് തന്നെ ഗ്രോ ബാഗ്. ഇനി ഇവിടുന്ന് ഗ്രോ ബാഗിനെ മാറ്റല്ല, 3, 4, 5 പ്രാവശ്യം നമുക്ക് ഇതിനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അന്നേരം ഇവിടെ തന്നെ വെച്ച് വേണം കൃഷി ചെയ്യാൻ. ഒരു കാരണവശാലും ഇതിനെ എടുത്തു മാറ്റരുത്. അഥവാ മാറ്റേണ്ട ആവശ്യകത വരുവാണെങ്കിൽ ഇതിനെ ഒരു കാരണവശാലും മേളിൽ പിടിച്ച് പൊക്കിയെടുക്കരുത്. ഇതിൻ്റെ അടിവശത്ത് സപ്പോർട്ട് കൊടുത്തു മാത്രമേ ഇതിനെ മാറ്റി വെക്കാവുള്ളൂ. നേരത്തെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരുന്നെന്ന് അറിയാം. ഒരു ഗ്രോ ബാഗിലെ കൃഷി കഴിയുമ്പോഴത്തേന് പിന്നെ അടുത്ത മണ്ണ് ഒരുക്കാൻ വേണ്ടി എല്ലാ ഗ്രോ ബാഗിലെ മണ്ണും കൂടി ഒരു പ്രത്യേക ചാക്കിലോ വല്ലതും കൊട്ടിയിടും. നമ്മൾ അതിനെ കൊട്ടിയിടാൻ നേരം തന്നെ ഗ്രോ ബാഗ് പലപ്പോഴും കീറിയിട്ടുണ്ട്, പിന്നെ അതിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കത് നഷ്ടമായി പോകും. അപ്പം ഞങ്ങൾ ഇപ്പോൾ ചെയ്ത് സക്സസ്ഫുൾ ആവുന്ന കാര്യമാണ് കാണിക്കുന്നത്. ഇതെല്ലാം ഞാൻ മണ്ണൊരുക്കി ഇനി പുതിയ കൃഷിയിലോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. എല്ലാം കഴിഞ്ഞ ദിവസം റെഡിയാക്കിയതാണ്. അപ്പോൾ ഈ ഒരു ഗ്രോ ബാഗിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സെയിം ഗ്രോ ബാഗിൽ പുതിയതായിട്ട് കൃഷി ചെയ്യുന്നതെന്ന്. അപ്പോൾ കണ്ടോ, ഇതിലെ കളയെല്ലാം പറിച്ചു മാറ്റുന്നു. അപ്പോൾ ഇതുപോലെ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ സാധാരണ ഗ്ലൗസൊന്നും ഇടാറില്ലായിരുന്നു കേട്ടോ. എനിക്ക് പെട്ടെന്ന് പണി നീങ്ങാനായിട്ട് ഏറ്റവും സൗകര്യം ഗ്ലൗസ് ഒന്നും ഇടാതെ കൈകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് എന്നോട് സ്ഥിരം പേഴ്സണലി മെസ്സേജ് അയച്ച് പറയും, രമ്യ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നാലും പണി പെട്ടെന്ന് തീരാൻ വേണ്ടി നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കാറില്ല. അപ്പോൾ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് ഞാനിപ്പോൾ ഇത് ഗ്ലൗസ് ഉപയോഗിക്കുകയാണ്. നമ്മൾ സാധാരണ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ ഒത്തിരി കുഴഞ്ഞ മണ്ണ് എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിന് കണ്ടോ, അത്യാവശ്യം ഇളക്കമുണ്ട് ഇതിന്. എന്നാലും നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഇളക്കുമ്പോൾ ഒരു കാരണവശാലും ഇതിൻ്റെ സൈഡിൽ കൊള്ളരുത്. ഗ്രോ ബാഗിൻ്റെ സൈഡിൽ കൊള്ളുവാണെങ്കിൽ അത് കീറിപ്പോമേ. സാധാരണ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ നമ്മൾ വേണ്ട ഈ 3/4 ഭാഗത്തോളവേ മണ്ണ് നിറയ്ക്കത്തുള്ളൂ. പിന്നീട് നമ്മൾ ഓരോ പ്രാവശ്യവും വളം ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മണ്ണും കൂടെ കൂട്ടി ഇട്ട് കൊടുത്താണ് ഇത് വേണ്ട ഇത്രയും നിറഞ്ഞിരിക്കുന്നത്. ഇനി ഇപ്പോൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും മണ്ണ് ഇതിനകത്ത് വേണ്ട. ഇത് കണ്ടോ, പുതിയതായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചു വേറൊരു ഗ്രോ ബാഗാണ്. ഏറ്റവും താഴെ കരിയില നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് കുറച്ച് മണ്ണ് ഞാനങ്ങ് മാറ്റുവാണേ.
അപ്പോൾ നമുക്ക് പുതിയൊരു ഗ്രോ ബാഗ് നിറച്ചും കിട്ടും. ഇത് കറക്റ്റായിട്ട് ഇത് കൃഷി ചെയ്യാനുള്ള ആവശ്യമുള്ള മണ്ണ് ഇതിനകത്ത് വെച്ചാലും മതിയേ. പിന്നെ നമുക്ക് ഇളക്കാനും സൗകര്യമാണ്. ഇത് കുത്തി ഇളക്കുമ്പോൾ താഴെ വരെ മണ്ണ് നന്നായിട്ട് ഇളകണം. ഇളക്കമുള്ള മണ്ണിലെ വേരോട്ടവും കറക്റ്റ് ആവത്തുള്ളൂ, കൃഷിയും നല്ലതാവത്തുള്ളേ. ഇത് നല്ല രീതിയിൽ മണ്ണ് ഇളക്കണം, എന്നാൽ സൈഡിൽ കുത്തി കവർ കീറാനും പാടില്ല. ഇപ്പോൾ ഈ മണ്ണ് നമ്മൾ നല്ല രീതിയിൽ കുത്തി ഇളക്കി. ഇതുപോലെ മണ്ണൊക്കെ കുത്തി ഇളക്കുന്നതിന് ഇതുപോലെയുള്ള ഗാർഡൻ ടൂൾസൊക്കെ വളരെ പ്രയോജനം ചെയ്യും നമുക്ക് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിൻ്റെ പല ടൈപ്പിലുള്ള ഐറ്റമൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഗാർഡൻ ടൂൾസേ. നിങ്ങൾ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ പല ഘട്ടത്തിലും നമുക്ക് ഉപയോഗപ്രദമാകുമേ. ഇതേണ്ട ഇത് ഞാൻ നല്ല രീതിയിൽ കുത്തി ഇളക്കിയതേ, കണ്ടാൽ തന്നെ അറിയാം അങ്ങ് താഴെ വരെ മണ്ണ് നല്ല രീതിയിൽ ഇളകി. അടുത്തായിട്ട് ഇനി ഇത് കണ്ടോ, ഇത് ഡോളോമേറ്റാണ്. മണ്ണിൻ്റെ പുളിപ്പ് കളയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോളോമേറ്റ് ഉപയോഗിച്ച് ആദ്യം മണ്ണിനെ ട്രീറ്റ് ചെയ്തിട്ടാണ് കൃഷി ചെയ്യാറുള്ളത് അല്ലേ. ആദ്യം കൃഷി തുടങ്ങുമ്പോഴും അങ്ങനെ, പിന്നെ അതേ ഗ്രോ ബാഗിൽ ഇതേ മണ്ണ് തന്നെ എടുത്ത് നമ്മൾ പിന്നെയും കൃഷി ചെയ്യുമ്പോഴും നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യണം. ഇത് ഡോളോമേറ്റ് എത്തേണ്ട ഇത്രയും കണ്ട് അരപ്പിടിയോളം ഞാൻ ഈ ഒരു ഗ്രോ ബാഗിൽ വിതറി കൊടുക്കുവാണേ. ഇനിയും ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഒരു കാരണവശാലും കവറിൻ്റെ സൈഡിൽ കൊള്ളല്ലേ കേട്ടോ. എന്നിട്ട് ഇതിനെ നനച്ചിട്ടിരിക്കണം ഒരു 4-5 ദിവസം. ഡോളോമേറ്റ് ആയതുകൊണ്ട് ഒരു 4-5 ദിവസം നമ്മളിതിനെ നനച്ചിട്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഡോളോമേറ്റ് അല്ലെങ്കിൽ കുമ്മായമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 15 ദിവസമെങ്കിലും ഇങ്ങനെ തന്നെ ഇട്ടിരിക്കണം, നനച്ചിട്ട് ഇങ്ങനെ തന്നെ ഇട്ടിരിക്കണം, എങ്കിലേ മണ്ണിൻ്റെ പുളിപ്പ് മാറത്തുള്ളൂ. പച്ചക്കക്ക പൊടിയും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അതാകുമ്പോൾ 2-3 ദിവസം ഇട്ടാലും മതിയേ. അപ്പം ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടു. ഇനി ഉടനെ ഇതിൽ വളം കൊടുത്ത് നടുകയല്ല. ഇത് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണാണിത്. ഇതിൽ പുളിപ്പെല്ലാം പോയിട്ടുണ്ട്. അപ്പം ഈ ഗ്രോ ബാഗിൽ ആദ്യമായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും അടിയിൽ കുറച്ച് കരിയില ഇടും. മണ്ണിലോ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് കരിയില ഇടുന്നതിന്. പിന്നെ നമ്മൾ ഇളക്കമുള്ള മണ്ണും ചകിരിച്ചോറ് അല്ലെങ്കിൽ കരിയില പൊടിച്ചതും കൂടെ നമ്മൾ ഈ മേളിൽ ഇട്ടിരിക്കേണ്ടത്. അപ്പോൾ പൊടിഞ്ഞ കരിയില നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, കരിയില കമ്പോസ്റ്റോ പൊടിഞ്ഞ കരിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ മണ്ണിൻ്റെ കൂടെ ഇളക്കിയിട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം ഇനി ഇത് നമ്മളൊരു 4-5 ദിവസം കഴിഞ്ഞിട്ടേ അനക്കത്തുള്ളൂ. ഇതിനെ നനച്ച് നമ്മളൊരു 3-4 ദിവസം കഴിയുമ്പോഴത്തേന് ഇനി ഇതിൽ വളം ചെയ്ത് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഈ ഗ്രോ ബാഗിലോട്ട് എനിക്ക് എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്കും കൂടെ കൊടുത്തിട്ട് ഞാൻ പുതിയതായിട്ട് തൈ പറിച്ച് നടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു 3-4 കൃഷി നമുക്ക് ഒരേ ഗ്രോ ബാഗിൽ തന്നെ ചെയ്യാനായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞത്. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ ഗ്രോ ബാഗ് വെച്ചു. അടുത്ത പ്രാവശ്യവും പിന്നെ അതിൻ്റെ അടുത്ത പ്രാവശ്യവും നമ്മൾ ആ ഗ്രോ ബാഗിനെ ഇളക്കാതെ അവിടെ തന്നെ വെച്ച് മണ്ണ് കുത്തി ഇളക്കി അതിനകത്തൊന്നും അധികം മണ്ണുണ്ടെങ്കിൽ കുറച്ച് മാറ്റുക. പിന്നെ അതിനകത്ത് ഡോളോമേറ്റ് ഇട്ട് നനച്ചൊരു 3-4 ദിവസം വെച്ചിരിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഗ്രോ ബാഗ് നമുക്കൊരു 3-4 പ്രാവശ്യം കുറഞ്ഞത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അഥവാ നമുക്കിതിനെ ഇവിടുന്ന് മാറ്റി വെച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ കയ്യിൽ സപ്പോർട്ട് കൊടുത്ത് മാത്രം ഇതിനെ മാറ്റി വെക്കുക. ഒരു കാരണവശാലും മുകളിൽ പിടിച്ച് പൊക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിൽ തന്നെ 3-4 കൃഷി വരെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മളുടെ അനുഭവമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.